നമുക്ക് ഇന്ന് പുട്ടാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മളിന്ന് പുട്ടുണ്ടാക്കാന്ന് വെച്ചത്. അപ്പോൾ പുട്ടിന് അരിപ്പൊടി തിരഞ്ഞു പോയപ്പോൾ അരിപ്പൊടി ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരുന്നത്. കാരണം മറന്നും പോയിട്ടുണ്ട്, പൊടിച്ച് വെച്ച അരിപ്പൊടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയി നോക്കിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലെന്ത് ചെയ്തു, കുറച്ച് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കൊടുത്തിട്ടുള്ള ആട്ടപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിന്ന് പുട്ടുണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്കിഷ്ടമാണ് പൊതുവെ പുട്ടും ചായയും മാത്രം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇതിനകത്തോട്ട് പപ്പടമോ അല്ലെങ്കിൽ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും എനിക്കിഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. പക്ഷേ ഇവിടെ ചേച്ചിയുടെ രണ്ട് മക്കളുണ്ട്, രണ്ടും ബിരുദന്മാരാണ്. അവർക്ക് പപ്പടം വേണം, അല്ലെങ്കിൽ പഴം വേണം, അല്ലെങ്കിൽ കടലക്കറിയോ ചെറുപയർ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അതില്ലാതെ അവർ കഴിക്കില്ല. അപ്പോൾ എന്തായി, ഞാനിന്ന് ചെറുപയറും കടലയൊന്നും വാങ്ങിച്ചില്ല, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടില്ല. അപ്പോൾ നാളെയൊക്കെ പോയിട്ടേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുള്ളൂ. അപ്പോൾ ഇന്ന് പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പടം കാച്ചി, നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു, അതും ആയിട്ടൊന്ന് ചെയ്യാമെന്ന് ചോദിച്ചു. പിന്നെ അവർക്ക് പാലൊഴിച്ചിട്ടുള്ള ചായ വേണം, കട്ടൻ ചായ അവർ കഴിക്കില്ല. അപ്പോൾ കുറച്ച് പാൽപ്പൊടി ഉണ്ടായിരുന്നു, അതും കൂട്ടി പാൽ ഒഴിച്ച് ചായ ഉണ്ടാക്കി വെച്ചു. നമ്മൾ രാവിലെ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ തലേ ദിവസം ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും. അത് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് കുടിക്കും. പിന്നെ നമ്മളൊരു 5 ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും, അതും ഇന്നലെ തന്നെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അത് തൊലി കളഞ്ഞ് അതൊക്കെ കഴിച്ചൊരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നിവിടെ കറണ്ട് ഇല്ല കേട്ടോ. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കറണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെട്ടമില്ല, കറണ്ട് പോയാൽ കത്തുന്ന ലൈറ്റ് ഉണ്ടായിരുന്നു, അതിൽ ചാർജ് കഴിഞ്ഞു കേട്ടോ. അതാണ് കേട്ടോ ലാസ്റ്റ് എത്തിയപ്പോഴേക്ക് വെട്ടം പോയത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവണം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക, മഴയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.